മാംഗല്യം 26. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. ഒരുപാട് സന്തോഷത്തിൽ പരസ്പരം കളി പറഞ്ഞ് കളിയാക്കി അങ്ങോട്ട് പോയവർ തിരിച്ചെത്തിയത് 2 വണ്ടികളിലായിട്ടാണ്. ഹരിയുടെ കാർ വീട്ടിലേക്ക് എത്തും മുന്നേ തന്നെ ശ്രീധരന്റെ വീട്ടിൽ നിന്നും ഓട്ടോ ഇറങ്ങിപ്പോയിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും തോളിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ശരീരത്തിൽ നിന്നും മാറ്റാതെ വണ്ടി ഓടിച്ചവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ കൈമൾ മാഷ് അകത്തേക്ക് കയറിപ്പോയി. സാധാരണ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ കുഞ്ഞിനെയും എടുത്ത് അദ്ദേഹം കയറുന്നത്. ഇന്നൊന്ന് തിരിഞ്ഞുപോലും നോക്കാതെയാണ് കൈമൾ മാഷ് കേറിപ്പോയത്. ആകെ ദേഷ്യം കൊണ്ട് മനസ്സ് മൂടി നിന്നവൻ അത് ആ സമയം ശ്രദ്ധിച്ചതുമില്ല. മുറിയിലെത്തി ഉറങ്ങുന്ന കുഞ്ഞിനെ ശ്രദ്ധയോടെ ഹരി കട്ടിലിലേക്ക് കിടത്തി. വേഗം തന്നെ അവളുടെ ഡ്രസ്സ് മാറി കുഞ്ഞിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടോന്നാണ് അവൻ ആദ്യം നോക്കിയത്. പക്ഷെ ഒന്നും കാണാഞ്ഞതും അവന്റെ കണ്ണുകൾ ചുരുങ്ങി. വീണ്ടും 2-3 തവണ കൂടി അവൻ ആ കുഞ്ഞിനെ തിരിച്ചും മറിച്ചുമൊക്കെ ഉറക്കം തട്ടാതെ നോക്കിയിട്ടും അവളുടെ ശരീരത്തിൽ ഒരു മുറിപ്പാടോ ഉരച്ചിലോ ഒന്നും അവന് കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ തല എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടാണോ കുഞ്ഞങ്ങനെ കരഞ്ഞെന്നുള്ള ടെൻഷനായിപ്പോയി അവന്. വീഴുമ്പോൾ പക്ഷെ മോളുടെ തലഭാഗം അവളുടെ ശരീരത്തിലായിരുന്നുവെന്ന് അവൻ കണ്ടതാണ്. അവളെ ആകെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കിടന്നപ്പോൾ തല എവിടെയും തട്ടാൻ വഴിയില്ല. അപ്പൊ പിന്നെ എവിടെ വേദനിച്ചിട്ടാവും കുഞ്ഞങ്ങനെ കരഞ്ഞു നിലവിളിച്ചിട്ടുണ്ടാവുക. അവളെ നേരെ കിടത്തി ഒരയഞ്ഞ ഫ്രോക്കുമിട്ട് നല്ലോണം പുതപ്പിച്ച് കിടത്തി അരികിലേക്ക് കിടക്കുമ്പോൾ അവന്റെ മനസ്സിൽ തന്റെ കുഞ്ഞു മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആകെ താമസിച്ചു. ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ പോകണ്ട, അല്ലെങ്കിൽ ധൃതി പിടിക്കേണ്ടി വന്നേനെ എന്നൊരു ചിന്തയോടെയാണ് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റത്. വല്ലാത്തൊരു തലവേദന. തല ഒന്ന് അമർത്തി പിടിച്ച് അടർത്തി കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ തലേന്നത്തെ കാര്യങ്ങൾ അത്രയും മനസ്സിലേക്ക് ഓടി വന്നു. ശരിക്കും കുഞ്ഞിന് എവിടെയെങ്കിലും തട്ടിക്കാണുമോ ചെയ്യാതെ തന്റെ മനസ്സ് നേരെ നിൽക്കില്ലെന്ന് തോന്നി അവൻ വല്ലാത്തൊരു ഹൃദയവേദനയോടെ കട്ടിലിൽ തന്നെ ഇരുന്നു. ഒപ്പം അവളെ ഒന്ന് തലോടി നെറുകയിൽ ചുംബിച്ച് എഴുന്നേറ്റു. കുറച്ചു നേരം കൂടി കുഞ്ഞിനെ നോക്കിയിരുന്ന അവൻ മെല്ലെ പുറത്തേക്കിറങ്ങി. ഹാളിലെത്തിയപ്പോഴാണ് അവിടെയാകെ ഇരുട്ട് പടർന്നിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അത് കണ്ടവൻ ചുറ്റുമൊന്ന് നോക്കി. സമയം 9:30 കഴിഞ്ഞല്ലോ. പിന്നെന്താ ഇത്രയും ഇരുട്ടെന്ന് തിരക്കി അവൻ മുന്നിലേക്ക് നോക്കുമ്പോഴാണ് ഫ്രണ്ട് ഡോറ് അടഞ്ഞു കിടക്കുകയാണെന്ന് കണ്ടത്. അടുത്തേക്ക് ചെന്ന് അടഞ്ഞു കിടക്കുകയാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയതും അവൻ ഓർത്തത് അച്ഛൻ എഴുന്നേറ്റില്ലേ എന്നാണ്. എത്ര താമസിച്ചു കിടന്നാലും അച്ഛൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതാണല്ലോ എന്ന് ഓർത്തുകൊണ്ടവൻ നേരെ അച്ഛന്റെ മുറിയിലേക്കാണ് പോയത്. ഇന്നലത്തെ സംഭവത്തിൽ ആള് നല്ലോണം പിണങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്നോട് സംസാരിക്കുകയില്ലായിരിക്കും. അച്ഛന്റെ മുറിയുടെ വാതിലിലെത്തി അകത്ത് കയറാൻ മടിച്ചുകൊണ്ട് കുറച്ചു നേരം അവൻ അവിടെ നിന്നു. എന്ത് പറഞ്ഞ് അച്ഛനോട് കാര്യം പറഞ്ഞു തുടങ്ങും? ഇന്നലത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. പൊതുവെ തനിക്ക് സംസാരം കുറവാണെന്നാണ് ഒപ്പമുള്ളവരുടെ പരാതി. പക്ഷേ ദേഷ്യം വന്നാൽ പരിധിവിട്ട സംസാരമാണെന്ന് വളരെ കുറച്ചു പേർക്കേ അറിയത്തുള്ളൂ. അത് എല്ലാവരോടും ഇല്ല. തനിക്ക് അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിന് തോന്നുന്നവരോട് മാത്രമേ താൻ ദേഷ്യപ്പെടാനും വഴക്കുണ്ടാക്കാനും പോകാറുള്ളൂ. അല്ലാത്തവരോടൊക്കെ അർഹിക്കുന്ന അവഗണന നൽകി മാറ്റി നിർത്തും. പക്ഷെ ഇന്നലെ കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ ശരിക്കും കൈവിട്ടുപോയി. അച്ഛൻ സത്യമായും പിണങ്ങിക്കാണും. പക്ഷെ ആ നേരത്തെ സിറ്റുവേഷൻ താൻ എത്രത്തോളം പേടിച്ചു പോയെന്ന് അച്ഛൻ ഊഹിക്കാം. അപ്പൊ പിന്നെ ആ സമയത്ത് തനിക്ക് തോന്നിയ ദേഷ്യം അച്ഛനും മനസ്സിലാവും. വല്ലാത്തൊരു സംഘർഷാവസ്ഥയുമായി അവൻ ആ വാതിലിന്റെ ഹാൻഡിൽ ഒരു ബലത്തിനെന്ന പോലെ മുറുക്കി പിടിച്ചു. പിന്നെ മെല്ലെ തുറന്നു. അച്ഛൻ കിടക്കുകയായിരിക്കുമെന്ന് കരുതി കതക് തുറന്നവൻ കട്ടിലിൽ അച്ഛനെ കാണാതെ വന്നതും ആ മുറിയിലാകെ പരതി. ബാത്റൂമിൽ കയറി നോക്കി അവിടെയും കണ്ടില്ലെന്ന് കാണെ അവൻ പുറത്തേക്കിറങ്ങി നേരെ അടുക്കളയിലേക്കാണ് പോയത്. അവിടെയും ഇന്നലെ രാത്രിയിലെ പോലെ കിടക്കുന്ന കണ്ട് അവൻ നേരെ ഗ്യാസിനടുത്തെത്തി. വെളുപ്പിനെ കട്ടൻ കാപ്പി കുടിക്കുന്ന പതിവുള്ള അച്ഛൻ അന്ന് ഗ്യാസിൽ തൊട്ടിട്ട് പോലുമില്ലെന്ന് അതിന്റെ അവസ്ഥ കണ്ടവന് മനസ്സിലായി. അവൻ വേഗം അടഞ്ഞു കിടക്കുന്ന അടുക്കള വാതിൽ തുറന്ന് പിന്നാമ്പുറത്ത് എത്തി നോക്കി. അച്ഛാ, അച്ഛാ! ചുറ്റിക്കറങ്ങി കൈമൾ മാഷിന്റെ പേരെടുത്ത് വിളിച്ചിട്ടും മറുപടി ഒന്നും കേൾക്കുന്നില്ലെന്ന് കണ്ട് ഹരിക്ക് വല്ലാത്തൊരു ഭയം തോന്നി തുടങ്ങി.
അവൻ ഓടി മുറിയിലേക്ക് വന്ന് അച്ഛന്റെ നമ്പർ ഡയൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എടുക്കുന്നില്ല. വീണ്ടും വീണ്ടും ഡയൽ ചെയ്തിട്ടും അത് റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നില്ല എന്ന് കണ്ട് അവൻ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഫോൺ അവിടെ എങ്ങുമില്ല. ആകെ പേടിച്ചിട്ടവൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് ഇനിയിപ്പോൾ ശ്രീധരൻ മാമന്റെ വീട്ടിൽ പോയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നത്. അവൻ വേഗം മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഗേറ്റും തുറന്ന് ശ്രീധരന്റെ വീടിന്റെ മുൻപിലെത്തിയപ്പോഴേക്കും അവൻ വല്ലാതെ കിതച്ചു പോയിരുന്നു. മുന്നിൽ തൂക്കിയിട്ടിരുന്ന മണിയിൽ ആയത്തിൽ അടിച്ചവൻ ശബ്ദമുണ്ടാക്കുമ്പോൾ അതാരാണെന്നറിയാൻ എന്നോണം പുറത്തേക്ക് വന്നത് ശ്രീധരനും സീതയുമാണ്. പുറത്തു നിൽക്കുന്നത് ഹരിയാണെന്ന് കണ്ടതും അവരുടെ രണ്ടുപേരുടെയും മുഖം ഒരുപോലെ വരിഞ്ഞു മുറുകി. എന്താ ഹരി? ആകെ വിയർത്ത് കുളിച്ച് ശ്വാസം പോലും എടുക്കാൻ പാടുപെടുന്ന അവന്റെ രൂപം കണ്ട് ഉള്ളിൽ പരിഭ്രമം തോന്നിയെങ്കിലും അത് മറച്ചുവെച്ചൽപ്പം കടുപ്പത്തിലായിരുന്നു ശ്രീധരന്റെ ചോദ്യം. അച്ഛൻ. എന്താ ഹരി? കേട്ടില്ല. അച്ഛനുണ്ടോ ഇവിടെ? കൈമളേട്ടനോ? ഇവിടോ? അവരുടെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അച്ഛൻ അവിടെ ഇല്ലാന്ന്. അവന്റെ ഉള്ളം പിടഞ്ഞു. അച്ഛനെ വീട്ടിൽ കാണുന്നില്ല. ഞാൻ കരുതി. അവൻ പാതിയിൽ നിർത്തി. മുഖം താഴ്ന്നു. കൈമള് ആ വീട്ടിലുണ്ടാവും. താൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാവും. ഉറപ്പിച്ചങ്ങനെ പറയണ്ട. കൈവെള്ളയിലെ പ്രസാദം പോലെ കൊണ്ടു നടന്ന കുഞ്ഞിനെ നോക്കാൻ നിങ്ങൾ ആരാന്നൊക്കെ ഏതെങ്കിലും മക്കൾ മുഖത്ത് നോക്കി ചോദിച്ചാൽ ഒരച്ഛനും അമ്മയും പിന്നെ അവിടെ നിന്നൂന്ന് വരില്ല. ആകെ ചത്ത പോലെ നിൽക്കുന്നവന്റെ മുഖത്ത് നോക്കി കൂടുതലൊന്നും പറയാതെ ശ്രീധരൻ അവനെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞതും പിന്നിൽ നിന്ന് സീതയുടെ മറുപടി എത്തി. ഹരി വല്ലാതെയായി. ഏതോ പിഴവ് പറ്റിയ നേരത്ത് നാവ് ചതിച്ചതാണ്. അറിയാതെ പോലും അച്ഛനോട് പറയാൻ പാടില്ലാത്തത്. നാവ് പിഴച്ചുപോയി. വല്ലാത്തൊരു ഹൃദയഭാരത്തോടെ അവരോടൊന്നും സംസാരിക്കാതെ അവൻ തിരിഞ്ഞു നടന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയുള്ള അവന്റെ ആ നടത്തം കണ്ട് സീതയ്ക്ക് പോലും മനസ്സൊന്നുലഞ്ഞു. അത്രയും പറയണ്ടായിരുന്നല്ലോ. അവന്റെ പോക്ക് കണ്ട് സങ്കടത്തോടെ ശ്രീധരൻ സീതയെ നോക്കി. അവനോട് അത്രയും പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടിയില്ല ശ്രീധരേട്ടാ. പക്ഷെ ആദ്യമായി എന്നെ പെങ്ങളേന്ന് വിളിച്ച മനുഷ്യന്റെ സങ്കടം ഓർത്തപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആ വിളിക്ക് ഞാൻ അർഹയല്ലെന്ന് തോന്നി. അവരുടെ മുഖവും സങ്കടത്താൽ നിറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് കണ്ണീരോടെ ഒരുവൾ അടുക്കളയിലും നിൽപ്പുണ്ടായിരുന്നു. ഇത്രയും അധികം ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വയ്യെങ്കിലും ഓടി തുറക്കാൻ വന്നവളാണ്. പക്ഷെ പാതി തുറന്ന വഴിക്ക് തന്നെ പുറത്തു നിൽക്കുന്നവനെ കണ്ട് പേടിച്ച് പിന്നിലേക്ക് മാറിയതും തന്റെ ഭയം കണ്ട് നോക്കി ശ്രീധരനും സീതയും കൂടി വന്ന് വാതിലിൽ ഇറങ്ങി നിന്നതാണ്. ആകെ അലങ്കോലമായി കണ്ണിന് മുകളിലേക്ക് കിടക്കുന്ന മുടിയും തുറന്നു കിടക്കുന്ന ഷർട്ടും ആ കൈലിമുണ്ടെടുത്ത രൂപവും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ആൾ അതൊന്നും ശ്രദ്ധിക്കാതെ പേടിച്ചോടി വന്നതാണെന്ന്. എന്നാലും അവരോടാരോടും പറയാതെ മാഷ് എവിടെ പോയിട്ടുണ്ടാവും? ഇതിനൊക്കെ കാരണം താനാണല്ലോ എന്നുള്ള ചിന്ത കൂടി വന്നതും മണിക്കുട്ടിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ശ്രീധരൻ ഫോൺ എടുത്ത് ആങ്ങളെ ഒന്ന് വിളിച്ചേ. കൈമളിനെ കാണുന്നില്ല എന്നുള്ള വിവരത്തിൽ അവർക്കും വെപ്രാളം തുടങ്ങിയിരുന്നു. വിളിച്ചോണ്ടിരിക്കുവാടോ. ബെല്ല് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. കൈമളേട്ടൻ എന്തുവാ അവനേക്കാളും ചെറുതാവാൻ നോക്കുകയാണോ? അവനോട് സംസാരിക്കാൻ വയ്യെങ്കിൽ സംസാരിക്കണ്ട. ഫോൺ എടുത്ത് നമ്മളോട് കാര്യം പറഞ്ഞൂടെ? സങ്കടത്തോടൊപ്പം സീതയ്ക്ക് ദേഷ്യം വരാൻ കൂടി തുടങ്ങി. ഇതിപ്പോ വീട്ടിൽ കണ്ടില്ലെങ്കിൽ പിന്നെ പോകാൻ വേറെ എവിടെയുണ്ട്? ശ്രീധരൻ ഫോണിലേക്ക് നോക്കി. ഭാര്യയിലേക്കും നോട്ടമെത്തി. അതിപ്പോ നമ്മു വരാമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ? ഇനിയിപ്പോ അങ്ങോട്ടേക്ക് കാണാൻ പോയോ? അങ്ങനൊന്നും ഉണ്ടാകില്ല. ആളിവിടെ അടുത്തെവിടെയെങ്കിലും കാണും. ആ ചെക്കനെ ഒന്ന് വിശ്വസിപ്പിക്കണം എന്ന് കരുതി മാറി നിൽക്കുന്നതാ. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഹരിയോടും സീതയോടും ധൈര്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ശ്രീധരന് ഉള്ളിൽ വല്ലാത്തൊരു വെപ്രാളം തോന്നി. സീതെ, നീ ഇവിടെ നിൽക്കാതെ അപ്പുറത്തോട്ടൊന്ന് ചെല്ല്. മോള് എഴുന്നേറ്റിട്ടുണ്ടാവും. കുടയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങും വഴി അയാൾ തിരിഞ്ഞു നിന്നു. ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ ചെന്നിട്ട് അവന് ദേഷ്യം വരണ്ട. കുഞ്ഞിനെ അവൻ ഒറ്റയ്ക്ക് നോക്കാമെന്നല്ലേ പറഞ്ഞത്? നോക്കാൻ അറിയാവുന്നവൻ നോക്കട്ടെ. രാവും പകലും അതിനോടൊപ്പം ഇരുന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അവനുമൊന്ന് അറിയട്ടെ. മക്കളായാലും പറയേണ്ടതേ പറയാവൂ. കുഞ്ഞിനെയും കൊണ്ടവൻ ഇച്ചിരി ഒന്ന് വിഷമിക്കട്ടെ.
അപ്പോഴേ അവന്റെ അച്ഛന്റെ മഹത്വം മനസ്സിലാവും. ഒന്നുമല്ലെങ്കിലും കുഞ്ഞു പിള്ളേരെ 4 അക്ഷരം പഠിപ്പിക്കുന്ന മാഷല്ലേ അവൻ. ആരോടൊക്കെയോ ഉള്ള ദേഷ്യത്തിൽ അവന്റെ മനസ്സിലിപ്പോ മൊത്തം ഇരുട്ടാണ്. ഈ ഒരൊറ്റ സംഭവത്തോടെ അവൻ നന്നായിക്കോളും. അല്ലെങ്കിലും അവൻ നല്ല കുഞ്ഞാണ്. ഇത്തിരി ഒന്ന് വഴിതെറ്റി. എന്തായാലും കൂട്ടം തെറ്റിപ്പോയ ആട് ഇതോടെ നന്നാവും. സങ്കടവും ദേഷ്യവും പരിഭവവും ഒക്കെ കൊണ്ട് സീതയുടെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു. അതേസമയം വല്ലാത്തൊരവസ്ഥയിലാണ് ഹരി തിരികെ വീട്ടിലേക്ക് വന്ന് കയറിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ഇതിനു മുന്നേ ദേഷ്യം വരാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു നിയന്ത്രണത്തിലായിരുന്നു. അന്നൊന്നും അച്ഛനെയും അച്ഛന്റെ ഇമോഷൻസിനെയും ചോദ്യം ചെയ്തിട്ടില്ല. ആദ്യമായാണ് നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ വീഴുന്നത്. അത് അച്ഛനെ എത്രത്തോളം സങ്കടമുണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് ഈ കാണുന്ന ഇരുട്ടിൽ നിന്ന് മനസ്സിലാക്കാം. സോറി അച്ഛാ, അറിയാതെ പറഞ്ഞു പോയതാ. അച്ഛനെ സങ്കടപ്പെടുത്തണമെന്ന് കരുതി ഒന്നുമില്ല. പറ്റിപ്പോയി. സോഫയിലേക്ക് പോലും ഇരിക്കാതെ അവൻ മുട്ടുകാലിൽ കുനിഞ്ഞിരുന്ന് കരഞ്ഞുപോയി. ആ സമയത്താണ് ഫോൺ പിന്നെയും റിങ് ചെയ്യുന്നത് കേട്ടത്. അവൻ ഓടിപ്പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അച്ഛനാണെന്ന് കരുതി എടുത്ത ഫോണിൽ ചേച്ചിയുടെ ശബ്ദം കേട്ടതും അവൻ വല്ലാതെയായി. ഹരി, മോനെ. എന്താടാ നിനക്ക്? വയ്യേ? നേരത്തെ വിളിച്ചപ്പോഴും നിന്റെ സ്വരം വല്ലാതിരുന്നല്ലോ. ഒന്നുമില്ല ചേച്ചി. ഹരി, വെറുതെ നുണ പറയരുത്. നീ ഫോൺ അച്ഛന്റെ കയ്യിൽ കൊടുത്തേ, ഞാൻ ചോദിക്കാം അച്ഛനോട്. നമ്മു ഇത്തിരി ദേഷ്യത്തിൽ തീർച്ചയോടെ പറഞ്ഞതും ഫോൺ കൊടുക്കാൻ പറഞ്ഞവന്റെ ഉള്ളം വിങ്ങി പൊട്ടിപ്പോയി. ഹരി, മോനെ. നർമ്മദ ഭയന്നുപോയി. അച്ഛൻ ഇവിടെ ഇല്ല ചേച്ചി. അച്ഛൻ എന്നെ ഇട്ടിട്ട് പോയി. അച്ഛനെ ഞാൻ സങ്കടപ്പെടുത്തി. അച്ഛൻ പോയി ചേച്ചി. സങ്കടം കൊണ്ട് ഹൃദയം പൊട്ടി കരയുന്നവന്റെ വാക്കുകൾ നർമ്മദയെ ഭയത്തിലാക്കി. പക്ഷെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും കേട്ടതും അവളുടെ മുഖം വലിഞ്ഞു മുറുകി. ചേച്ചി, എങ്ങനെ തോന്നി നിനക്ക് അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഹരി? അവളുടെ കണ്ണും നിറഞ്ഞൊഴുകി. പക്ഷേ ശബ്ദം ഒട്ടും അയഞ്ഞില്ല. പറ്റിപ്പോയി ചേച്ചി. അച്ഛന്റെ കാലിൽ പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞോളാം. പ്ലീസ് ചേച്ചി, അച്ഛനെ ഒന്ന് വിളിക്ക്. ഹരിയാകെ അപ്പോഴേക്കും തളർന്നു പോയിരുന്നു. ഇതുവരെ ഒരു ചായ പോലും കുടിക്കാതെയുള്ള ഇരിപ്പാണ് കേട്ടോ തിരുമേനിയെ. അകത്തേക്ക് കയറി വരുന്ന തിരുമേനിയെ നോക്കി ഒരു ചിരിയോടെ ജാനകി തമ്പുരാട്ടി പറഞ്ഞതും ആണോ എന്നുള്ള ഒരു നോട്ടവുമായി ദേവദത്തൻ തിരുമേനി മുന്നിലിരിക്കുന്ന ആളെ നോക്കി. പിന്നെ ഒരു പുഞ്ചിരിയോടെ അകത്തു പോയി ഒക്കെയൊന്ന് മാറി പുറത്തേക്ക് വന്നിരുന്നു. ആഹാ, ഇതുവരെ ഈ ചായ കുടിച്ചില്ലേ താൻ? മുന്നിലിരിക്കുന്ന ചായക്കപ്പിലേക്ക് നോക്കി അദ്ദേഹം പോയി അടുത്തിരുന്നു. മോനോട് വാശി പിടിച്ചു വന്നിട്ട് ഇവിടെ എത്തുന്ന വരെ ഉണ്ടായിരുന്നുള്ളൂ വാശി. പിള്ളേരെ പോലെ പിണങ്ങിയിരിക്കാതെ ചായ കുടിക്കടോ കൈമളെ. ടേബിളിലിരിക്കുന്ന ചായ അദ്ദേഹം കൈമളിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എനിക്ക് വേണ്ടടോ. കൈമള് മുഖം താഴ്ത്തിയിരുന്നു. തലേന്ന് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. അവന്റെ വാക്കുകൾ അത്രത്തോളം മനസ്സ് കീറി മുറിച്ചിരുന്നു. കുഞ്ഞിനെ താൻ നല്ലപോലല്ലേ നോക്കിയിരുന്നത് എന്നുള്ള ചിന്തയൊക്കെ വന്നതും ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി. അവന്റെ ജീവിതത്തിൽ താനൊരു അധികപ്പെട്ടായോ എന്നുള്ള തോന്നൽ മനസ്സിലേക്ക് വന്നതും ചാടി എഴുന്നേറ്റു. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ച് കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കണം എന്ന് തോന്നിയപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് കൂട്ടുകാരന്റെ മുഖമാണ്. ഇവിടുന്ന് വീട് വിറ്റുപോയിട്ടും ദേവനുമായിട്ടുള്ള കൂട്ട് എന്നുമുള്ള ഫോൺ കോളിൽ അതുപോലെ തന്നെയുണ്ട്. അതോടൊപ്പം നാടും വല്ലാണ്ട് മിസ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്നേക്കാമെന്ന് കരുതി വെളുപ്പിനെ അവിടെ നിന്നും തിരിച്ചതാണ്. പതിവില്ലാതെയുള്ള തന്റെ വരവിൽ ദേവനും ജാനകിയും തമ്പുരാട്ടിയും ശരിക്കും ഞെട്ടിയിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് 1-2 ജോലിയുള്ളത് കൊണ്ട് അവിടെ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോയതാണ് ആള്. അതിനിടയിൽ കാര്യങ്ങളൊക്കെ ചുരുക്കിയൊന്ന് ചോദിച്ചറിയാനും ദേവൻ മറന്നില്ല. ആദ്യം പറയാൻ മടി കാണിച്ചെങ്കിലും ദേവനോടൊന്നും ഒളിച്ച് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഒക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ട് ആദ്യം അല്പം ഗൗരവം കാണിച്ചെങ്കിലും പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ തോളിൽ തട്ടി കളിയാക്കുകയാണ് ചെയ്തത്. പണ്ടത്തെ കാലത്തെ കാമുകന്മാരെ പോലെയാണല്ലോടോ താൻ എന്നൊന്നും പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് കളിയാക്കി. അതിന്റെ ബാക്കിയാണ് തിരിച്ചെത്തിയപ്പോഴുള്ള ആളുടെ ഭാവവും ഭാര്യയുടെ രീതികളും. കാരണം അവർക്ക് രണ്ടുപേർക്കും ഹരിയും നർമ്മദയും നന്നായി അറിയാം. ഇതിപ്പോൾ ഹരിയിൽ നിന്ന് അറിയാതെ ഉണ്ടായ അബദ്ധമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മനുഷ്യരല്ലേ, എല്ലായ്പ്പോഴും നല്ലവരായിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ചിന്തയോടെയാണ് ദേവദത്തൻ തിരുമേനിയാണെങ്കിലും ജാനകി തമ്പുരാട്ടിയാണെങ്കിലും ഈ വിഷയത്തെ കണ്ടത്. എന്റെ പൊന്ന് കൈമളെ,
താൻ ചുമ്മാ. ഈടോ തനിക്കറിയാത്തതൊന്നുമല്ലല്ലോ തന്റെ മോനെ. അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് കരുതി അതിന് മറുപടി ഒന്നും പറയാതെ അയാൾ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോഴാണ് സൈഡിലിരിക്കുന്ന ഫോൺ പിന്നെയും റിങ് ചെയ്യുന്നത് കണ്ടേ. എടോ ഫോൺ എന്താ താൻ എടുക്കാത്തത്? ഇതിപ്പോ ആരാ? മോളാണ്. ദേ കൈമളെ, ഒക്കെ ശരിയാണ്. പക്ഷെ താൻ ഫോൺ എടുക്കാതിരുന്നാൽ അവർ എന്തുമാത്രം പേടിപ്പിക്കുന്ന തനിക്ക് ഊഹിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. ഇതിപ്പോ അവരാണ് തന്റെ സ്ഥാനത്ത് ഇറങ്ങിപ്പോയിട്ട് താൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്തിരി കടുപ്പത്തിൽ തിരുമേനി പറഞ്ഞതും അയാൾ മെല്ലെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. അച്ഛൻ എന്താ 1-ാം ക്ലാസ്സിലെ കൊച്ചാണെന്ന് വല്ലതും വിചാരമുണ്ടോ? ഇറങ്ങി പോകുന്നതിന് മുന്നേ ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് വല്ല ബോധവുമുണ്ടോ? അതോ അവൻ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞു എന്ന് കരുതി ഇറങ്ങിപ്പോകാൻ അച്ഛൻ ശരിക്കും നാണമില്ലേ? ഇനി ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോട്ടെ, അന്ന് മോളെ ചക്കരെ നീ എവിടെയാടി എന്നൊക്കെ ചോദിച്ച് ഫോൺ ചെയ്, എന്റെ പട്ടി എടുക്കും ഫോൺ. ഇറങ്ങിപ്പോവാൻ നടക്കുന്നു. കോളേജ് കുമാരനാണെന്ന ഭാവം. ഇനിയിപ്പോ എന്തായാലും ഇറങ്ങിപ്പോയതല്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി. അതുവരെ അച്ഛനെ ആ വീട്ടിൽ കയറ്റണ്ടെന്ന് ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞോളാം. നമ്മു ഡി. അപ്പോഴേക്കും ആ ഫോൺ കട്ടായിരുന്നു. മിക്കവാറും വിനോദാവും അത് വാങ്ങി കട്ട് ചെയ്തത്. ഞെട്ടലോടെ ഫോണും കയ്യിൽ പിടിച്ചിരിക്കുന്ന കൈമളിനെ നോക്കി ദേവദത്തൻ തിരുമേനിയും ദേവക തമ്പുരാട്ടിയും ഉറക്കെ ചിരിച്ചുപോയി. നർമ്മതയായിരുന്നു അല്ലേ? മോളുടെ വായിൽ നിന്നും ഭേഷ കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ? ചിരി അടക്കാൻ വയ്യാതെ ദേവദത്തൻ തിരുമേനി പറഞ്ഞതും കൈമൾ അല്പം രൂക്ഷമായിട്ടാണ് നോക്കിയത്. താൻ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ആ പെങ്കൊച്ചി വിളിച്ച സമയത്ത് ഫോൺ എടുക്കണമായിരുന്നു. അത് ഞാൻ വിഷമത്തിലായതുകൊണ്ട്. താൻ വിഷമത്തിലായതുകൊണ്ട് തന്നെ തിരക്കി നടക്കുന്ന കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കണം എന്നുണ്ടോടോ? ഇപ്പൊ തന്നെ ആ വീട്ടിൽ കാണാഞ്ഞിട്ട് ആ ചെറുക്കൻ ചത്തുപോയിട്ടുണ്ടാവും. അവനെ നിനക്കറിയാത്തതൊന്നും അല്ലല്ലോ കൈമളെ. ഒരു വാക്കിന് മറുവാക്ക് പറയാത്ത ചെക്കൻ ഇപ്പോ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ അത് അവന്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ്. അറിയാം അവൻ പറഞ്ഞത് വാവിട്ട വാക്കാണെന്ന്. പക്ഷെ തനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ അവനത് ശരിക്കും മനസ്സിൽ വെച്ചുകൊണ്ടാ പറഞ്ഞതെന്ന്? അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിൽ കൈമള് മാഷ് ഞെട്ടിക്കൊണ്ട് തിരുമേനിയെ നോക്കി അല്ലെന്നുള്ള രീതിയിൽ തല ചലിപ്പിച്ചു. ഒപ്പം ഒരു തുള്ളി കണ്ണുനീരും അടർന്നു വീണു. വിഷമിക്കാതടോ. മക്കളുടെ നാവിൽ നിന്ന് വീഴുന്നതൊക്കെ ചിലപ്പോൾ ഹൃദയത്തെ കീറി മുറിച്ചേക്കാം. പക്ഷെ അവൻ ആദ്യമായിട്ടല്ലേ. ക്ഷമിക്കാം. പക്ഷെ അവനെ തിരുത്തിക്കൊണ്ട് തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതിനൊപ്പം അയാളെ ചേർത്ത് പിടിക്കുക ചെയ്തു തിരുമേനി. അങ്ങനെ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് കൈമളിനെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചു. വിശ്രമിക്കാൻ വേണ്ടി മുറിയിലേക്ക് ഇരുത്തിയിട്ടാണ് തിരുമേനി അകത്തേക്ക് നടന്നത്. തിരുമേനി, കൈമളേട്ടന് നല്ല സങ്കടമുണ്ട്. ആവാതെ എങ്ങനാടോ? മക്കളായാലും പറയാൻ പാടുള്ളതേ പറയാവൂ. അയാളോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആളുടെ മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഹരി, അവൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അരി, ഇങ്ങനെ അല്ല മുത്തശ്ശ തരുന്നേ. മുത്തശ്ശ തയ്യുന്ന പോലെ താ അരി, അല്ലെ ഞാൻ കുയിക്കില്ലേ. അപ്പോൾ എൻ്റെ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. നന്ദി.